കൊട്ടിയൂര് പോകുന്ന മിക്ക ഭക്തജനങ്ങളും രാവിലെ കൊട്ടിയൂര് പോയി പ്രാർത്ഥിച്ചിട്ട് അവർ വൈകുന്നേരം തിരുനെല്ലിയിലേക്ക് വരുന്നത് ഒരു പതിവായിരുന്നു. അങ്ങനെയാണ് നമ്മളും തിരുനെല്ലിയിലേക്ക് പോയത്. തിരുനെല്ലിയിലാണ് നമ്മൾ സ്റ്റേ എടുക്കുന്നത്. കാരണം പ്രത്യേകിച്ചും വയനാട് ആയതുകൊണ്ടും നല്ല തണുപ്പായതുകൊണ്ടും നമുക്ക് രാവിലെ തിരുനെല്ലിയിൽ ബലിയിടുന്നതും എന്നുള്ളതുകൊണ്ടും നമ്മൾ തിരുനെല്ലി തന്നെയാണ് സ്റ്റേ എടുക്കുന്നത് മിക്ക ടൈമിലും. സോ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം അത് തന്നെയാണ്. സോ തിരുനെല്ലി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണെന്ന് കരുതപ്പെടുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. തിരുനെല്ലിയിൽ നിങ്ങൾ ബലിയിടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് തൃശ്ശില്ലേരി മഹാദേവ ക്ഷേത്രത്തിലും കൂടെ പോയി തൊഴുതിട്ട് അവിടുന്ന് അനുവാദം വാങ്ങിയിട്ട് വേണം തിരുനെല്ലിയിലേക്ക് വരാൻ. കാരണം അതാണ് ഐതിഹ്യം. ഇതങ്ങനെ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മളും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ തൃശ്ശില്ലേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവും കൂടെ ഒരുമിച്ചായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. പണ്ട് നമുക്ക് ഈ പറയുന്ന ഹിന്ദുക്കളിൽ ഈ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഏത് രാജാവിന് ശിവനോട് ഇഷ്ടം, ഏത് രാജാവിന് വിഷ്ണുവിനോട് ഇഷ്ടം, അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ബാക്കിയുള്ളവരെ അവിടെ നിന്ന് തുരത്താറുണ്ട്. സോ അത് നമ്മൾ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട്. എക്സാമ്പിൾ കമലഹാസൻ്റെ ദശാവതാരം സിനിമയ്ക്കകത്ത് തന്നെ തുടക്കം അങ്ങനെ കാണിക്കുന്നുണ്ട്, വൈഷ്ണവവും ശിവവും തമ്മിലുള്ള അടി. ഇവിടെ വിഷ്ണുവും ശിവനും ചേർന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ ശിവനെ ഇവിടുന്ന് മാറ്റി, അല്ലെങ്കിൽ ശിവനെ ഉപാസിക്കുന്ന ആൾക്കാരെ എല്ലാം ഇവിടുന്ന് തുരത്തി ഓടിച്ചായിരുന്നു. സോ അവർ ഏകദേശം 8 കിലോമീറ്റർ അപ്പുറം, നമ്മളിന്ന് വണ്ടിയിൽ പോകണമെങ്കിൽ 30 കിലോമീറ്റർ, പണ്ട് കാലത്ത് നടന്ന് മല വഴിയൊക്കെയല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങനെയാണ് അവർ തൃശ്ശില്ലേരി മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് ശിവൻ്റെ സങ്കല്പം, അതായത് ശിവനും കൂടെ അങ്ങ് പോയെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അത് പറയാനുണ്ടായ കാര്യമെന്ന് പറയുന്നത് തൃശ്ശില്ലേരി ശിവൻ്റെ തലഭാഗവും ഈ ഒരു നമ്മുടെ തിരുനെല്ലിയിൽ ശിവൻ്റെ പാദവും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. സോ ഇവിടെ ഓൾറെഡി ഒരു ശിവക്ഷേത്രമുണ്ട് ഒരു ഗുഹയ്ക്കകത്ത്. സോ അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു. സോ ശിവക്ഷേത്രമായിട്ട് ഇഞ്ഞ് അകത്ത് കൊണ്ട് വച്ചേക്കുന്നത് എന്താ? പിന്നെ നമ്മൾ പാവനാശം, അതായത് ഇവിടെ പാവനാശം എന്നാണ് പറയുന്നത് ഈ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ. സോ നമ്മൾ ബലിയിടുന്നത് തിരുനെല്ലിയിൽ ഈ പറയുന്ന പാവനാശത്തിലാണ്. രാവിലെ പോയി ബലിയിടണം. സോ ബലിക്ക് വേണ്ടി രസീതെല്ലാം കൗണ്ടറിൽ കിട്ടും. സോ രസീതൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവർ തരുന്ന ആ ഒരു കുറച്ച് ധാന്യങ്ങളുണ്ട്, അരി, ഇല, ഇതെല്ലാം വാങ്ങിക്കൊണ്ട് നമ്മൾ രാവിലെ താഴോട്ട് പോകണം. സോ ബലിയിടുന്ന സ്പോട്ടിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, ഈ ഒരു പാവനാശത്തിൻ്റെയൊക്കെ. അതിന് ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ പെർമിഷൻ വേണ്ടി വരും. സോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് ചെയ്തേക്കാം. സോ ഇപ്പം നമുക്കത് പറ്റത്തില്ല. സോ അതുകൊണ്ട് ബലിയിടുന്ന സ്പോട്ട് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ബലിയിടാനുള്ള പ്രത്യേകത, അതായത് ആ ബലി ഇടുന്ന സ്പോട്ടിലേക്ക് പോയിട്ട് നമ്മൾ വിളക്കോ കാര്യങ്ങളോ ഒന്നും വയ്ക്കുന്നില്ല, ജസ്റ്റ് കിണ്ടിയോ ഒന്നുമില്ല. നമ്മൾ നോർമൽ ബാക്കിയുള്ള അമ്പലത്തിൽ പോയി ബലിയിടുന്ന പോലെയല്ല ഇവിടെ ബലിയിടുന്നത്. സോ തിരുനെല്ലിയിൽ ചെന്നു ആ ഒരു പാവനാശത്തിലേക്ക് നമ്മൾ മുങ്ങി കുളിച്ചിട്ട് വേണം ബലിയിടാനായിട്ട്. സോ അത് നല്ല രസമാണ്. രാവിലെ നല്ല തണുപ്പത്ത് ആ ഒരു അരുവിയിൽ വരുന്ന വെള്ളമൊക്കെ കുളിച്ച് നമ്മൾ ബലിയിടുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്, നമ്മൾ നോർമലി ബലിയിടുമ്പോൾ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷൻ ആയിരിക്കും ബലിയിടുന്നത്. പക്ഷേ തിരുനെല്ലിയിൽ അങ്ങനെയല്ല. നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മൾ ഇഷ്ടപ്പെട്ട വളർത്തുമൃഗം, അതായത് പെറ്റ്സിന് വേണമെങ്കിൽ ബലിയിടാം, നമ്മളെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് വേണമെങ്കിൽ ബലിയിടാം. നമ്മുടെ ബ്ലഡുമായിട്ട് റിലേഷൻ അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെയും ഫാമിലിയിലുള്ളവർക്ക് ബലിയിടാം. അങ്ങനെ ഒരുപാട് പേർക്ക് ബലിയിടാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. അതുമാത്രമല്ലാതെ ഒരു തവണ തിരുനെല്ലിയിൽ ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫ് ടൈം വേറെ ബലി ഇടണ്ട എന്നാണ് പറയുന്നത്. സോ ഞാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ പോയിടുന്നു. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ അത്രയും പ്യുവറായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ബലിയിടുന്ന എന്ന് പറയുന്ന കർമ്മം, അതായത് ബലികർമ്മം എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഇത്തിരി ജെന്യൂനായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് പോയത്. സോ തലേ ദിവസം വൈകുന്നേരമാണ് തിരുനെല്ലി തൊഴാനായിട്ട് സമയം. ഞാൻ വിഷ്ണു ഭഗവാന്റെ നടയിൽ ഏകദേശം 20-30 മിനിറ്റ് നിന്നു. കാരണം ആരുമില്ല വൈകുന്നേരങ്ങളിൽ. സോ രാവിലെ ആകുമ്പോൾ തിരക്ക് വരും. സോ രാവിലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ തിരക്ക്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ. പക്ഷേ വൈകുന്നേരം ആരും കാണത്തില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു അമ്പലത്തിൽ. അതുമാത്രമല്ല, അത് അമ്പലം ഇപ്പോൾ ചുറ്റമ്പലം മൊത്തം നവീകരിക്കുന്ന ഒരു കർമ്മത്തിലൂടെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ സംഭാവന കൊടുക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ പോകുമ്പോൾ പറ്റുമെങ്കിൽ ചെറിയൊരു എമൗണ്ട് ആയാലും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അവർ മാക്സിമം കഷ്ടപ്പെട്ട ആ ഒരു അമ്പലം ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു അമ്പലത്തിലേക്ക് ഒരിക്കൽ വന്നപ്പോൾ രാജ്ഞിക്ക് വെള്ളം ചോദിച്ചു കുടിക്കാനായിട്ട്. അപ്പോൾ അമ്പലത്തിലുള്ളവർ പറഞ്ഞു നമ്മുടെ അമ്പലത്തിലും വെള്ളമില്ല, സോ അതുകൊണ്ട് രാജ്ഞിക്ക് എങ്ങനെ തരുമെന്ന് പറഞ്ഞപ്പോൾ രാജ്ഞി അപ്പോൾ ഉത്തരവിട്ടിട്ട്
പെട്ടെന്ന് കുറച്ച് വെള്ളം അറേഞ്ച് ചെയ്യുകയും ചെയ്തു. അത് മാത്രമല്ലാതെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയുടെ അവിടെ നിന്ന് ഒരു അരുവി പോലെ ഡയറക്റ്റ് അമ്പലത്തിനകത്തേക്ക് ഒരു പാറ വച്ച് ഒരു വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കൈവരി ചെയ്ത് വച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടു നോക്കുക. പണ്ടത്തെ ആ ഒരു ആർക്കിടെക്റ്റൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല അത് കല്ലാണ്, അതായത് കരിങ്കല്ലിലാണ് ഈ ഒരു അമ്പലം മെയിനായിട്ട് നിൽക്കുന്നത്. സോ നിങ്ങൾ മസ്റ്റ് വിസിറ്റായ ഒരു സ്പോട്ട് തന്നെയാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. വയനാട് തണുപ്പ്, അതോടൊപ്പം നല്ലൊരു വൈബും കൂടെ കിട്ടുന്ന ഒരു അമ്പലമാണ്. പറ്റുമെങ്കിൽ ഒന്ന് പോവുക.